രണ്ടാം ലോക മഹായുദ്ധം പത്രത്താളുകളിൽ എങ്ങനെയായിരിക്കും വാർത്തയായി വന്നിട്ടുണ്ടാവുക? ടൈറ്റാനിക് ദുരന്തം എങ്ങനെയാകും ജനം വായിച്ചറിഞ്ഞത്? ഇപ്പോഴതൊക്കെ സങ്കല്പിച്ച് നോക്കുന്നുണ്ടാകും അല്ലേ? എന്നാൽ ഇതിനെല്ലാം ഉത്തരം നൽകുന്ന ഒരു വലിയ ശേഖരത്തിനുടമയായ ഫോട്ടോഗ്രാഫറെ നമുക്കൊന്ന് പരിചയപ്പെടാം. ഒരു നൂറ്റാണ്ടിനപ്പുറം ഗാന്ധി നയിച്ച സത്യഗ്രഹം, 1912 ടൈറ്റാനിക് അപകടം, രണ്ടാം ലോക മഹായുദ്ധകാലത്തെ ആറ്റം ബോംബ് പ്രയോഗം, നിണം വീണതും അല്ലാത്തതുമായ മഹാസംഭവങ്ങളുടെ വിവരണങ്ങളുമായി പുറത്തിറങ്ങിയ പത്രങ്ങൾ അപ്പാടെ ശേഖരിച്ചു വെച്ചിട്ടുണ്ട് ജോർജ് കുട്ടി. കപ്പൽ അപകട വാർത്ത പ്രസിദ്ധീകരിച്ച പത്രം 1 ലക്ഷം രൂപയ്ക്കാണ് ഫോട്ടോഗ്രാഫർ കൂടിയായ അദ്ദേഹം സ്വന്തമാക്കിയത്. ഹിരോഷിമയിലും നാഗസാക്കിയിലും അണുബോംബ് വർഷിച്ച വിവരങ്ങളടങ്ങിയ പത്രത്താൾ സ്വന്തമാക്കാൻ 40,000 രൂപയും ചെലവിട്ടു. പണമല്ല, വാർത്തയുടെ ചരിത്ര സത്യങ്ങളുടെ മൂല്യമാണ് മതിപ്പായി കാണുന്നതെന്ന് വടശ്ശേരിക്കര സ്വദേശി ജോർജ് കുട്ടി പറയും. ഇതെല്ലാം സൂക്ഷിച്ചു വെച്ചാൽ നാളെ ചരിത്രത്തിന്റെ ഭാഗമാകുമെന്നുള്ള ഒരു ഇത്. പിന്നെ അതെടുത്ത് നോക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഹെഡിങ്, വാർത്തകളുടെ ആ തലക്കെട്ടുകളാണ് നമ്മളെ ആകർഷിച്ചത്. ഇങ്ങനെ പത്രം സൂക്ഷിക്കണം, നാളെ അത് ചരിത്രമായി മാറും, നാളെ അതിനൊരു മൂല്യം ഉണ്ടാകും എന്നുള്ള ഒരു കാഴ്ചപ്പാട്, അത് യാഥാർത്ഥ്യമായി എന്നുള്ളത് സത്യം. ഗാന്ധിജിയുടെ ചിത്രമടക്കം സത്യഗ്രഹ വാർത്ത പ്രസിദ്ധീകരിച്ച മാതൃഭൂമിയാണ് ശേഖരത്തിലുള്ളത്. ദി സ്റ്റേറ്റ്സ്മാൻ, യങ് ഇന്ത്യ, മദ്രാസ് പത്രിക, പ്രബുദ്ധ ഭാരതം, ഭാരതി എന്നിങ്ങനെ ഭാഷയുടെ അതിർത്തികൾ കടന്നുള്ള പത്രങ്ങളും ആഴ്ചപ്പതിപ്പുകളും ശേഖരത്തിലുണ്ട്. OLX വന്ന പരസ്യങ്ങൾ വഴിയും നിരവധി പ്രസിദ്ധീകരണങ്ങൾ സ്വന്തമാക്കി. വാങ്ങുക മാത്രമല്ല, ഒന്നിലധികം പകർപ്പുള്ള പ്രസിദ്ധീകരണങ്ങൾ വിൽക്കാറുമുണ്ട്. ആക്രിക്കടയിൽ എത്തിയതും കിലോയ്ക്ക് 10 രൂപയ്ക്ക് വാങ്ങിയതുമായ പഴയ പത്രങ്ങൾ 3000 രൂപയ്ക്ക് സ്വന്തമാക്കിയ സംഭവങ്ങളും ജീവിതത്തിലുണ്ട്. പത്രങ്ങളൊക്കെ എടുക്കുന്ന ആക്രിക്കടകളിലോട് പറയും, പഴയ പത്രം വരുവാന്നേ സൂക്ഷിച്ച് എടുത്ത് വെച്ചേക്കണം, ഞങ്ങൾ വില തരാമെന്ന് പറയും. അങ്ങനെ ഓരോ കടയിൽ നിന്ന് കിലോയ്ക്ക് 3000-ന് വാങ്ങിച്ചു. നമ്മൾ കൊടുക്കുന്നത് 10,000 രൂപയ്ക്കാണ് കിലോയ്ക്ക് കൊടുക്കുന്നത്. പക്ഷേ ഞാൻ അവിടുന്ന് കിലോ 3000 രൂപയ്ക്കാണ് 1 കിലോ പത്രം വാങ്ങിച്ചത്. മഹാപ്രളയം, കോവിഡ് കാല അനുഭവങ്ങൾ എന്നിവയുടെ വിവരങ്ങൾ പ്രസിദ്ധീകരിച്ച പത്രങ്ങളും ശേഖരിച്ചിട്ടുണ്ട്. ഇവ കാലാന്തരത്തിൽ അമൂല്യങ്ങളായി മാറുമെന്ന ഉറപ്പിലാണ് കരുതൽ ശേഖരം. പഠിതാക്കൾക്കും ഗവേഷകരടക്കം ഭാവി തലമുറയെ കൂടി മുന്നിൽ കണ്ടാണ് നീക്കം. നാണയം, നോട്ടുകൾ, സ്റ്റാമ്പ്, ഓട്ടുരുളി, ക്യാമറകൾ, ടൈപ്പ്റൈറ്ററുകൾ, ടേപ്പ് റെക്കോർഡറുകൾ എന്നിവയെല്ലാം ഉൾക്കൊള്ളുന്ന ഒരു മ്യൂസിയമാണ് ഇപ്പോൾ അദ്ദേഹത്തിന്റെ മനസ്സിലുള്ളത്. മാതൃഭൂമി ന്യൂസ്, പത്തനംതിട്ട. CK അഭിലാൽ ചേരുന്നുണ്ട് തത്സമയം. അഭിലാൽ, ഓരോരുത്തർക്കും ഓരോ ഹോബികൾ ഉണ്ടാകും. ഇതെന്തായാലും മറ്റുള്ളവർക്ക് കൂടി ഉപകാരപ്പെടുന്ന രീതിയിലുള്ള ഒരു ഹോബിയാണ്. ഈ പ്രധാനപ്പെട്ട സംഭവങ്ങളൊക്കെ അതിന്റെ വാർഷികത്തിൽ ഇങ്ങനെ വാർത്തയായി വരുമ്പോൾ എപ്പോഴും പലരും ചിന്തിച്ച് കാണും, ഇതെങ്ങനെയായിരിക്കും ആ സംഭവം നടന്നപ്പോൾ വാർത്തയായിരിക്കും ഉണ്ടാവുക, അതിന്റെ തലക്കെട്ട് എന്തായിരിക്കും, അതിന് കൊടുത്ത ചിത്രം എന്തായിരിക്കും എന്നൊക്കെ ആലോചിക്കുന്നുണ്ടാകും. പക്ഷെ അതൊന്നും ആലോചിച്ച് കഷ്ടപ്പെടേണ്ട, എല്ലാം ജോർജ് കുട്ടിയുടെ പക്കലുണ്ട് എന്നുള്ളതാണ്. പണത്തിനേക്കാൾ വലുതായി മൂല്യം കൊടുക്കുന്നത് ആ ഒരു ചരിത്ര താളുകൾക്കാണ്. മറ്റെന്തൊക്കെയുണ്ട് ജോർജ് കുട്ടിയുടെ കയ്യിലുള്ള ശേഖരം? ജോർജ് കുട്ടിച്ചേട്ടനെ കുറിച്ചുള്ള ഒരു ഭാഗം മാത്രമാണ് നമ്മൾ അറിഞ്ഞിട്ടുള്ളത്. അദ്ദേഹം പൊതുപ്രവർത്തകനാണ്, രാഷ്ട്രീയക്കാരനാണ്, അതിലുപരി ഗ്രാമപഞ്ചായത്ത് അംഗമാണ്. പത്തനംതിട്ട വടശ്ശേരിക്കര ഗ്രാമപഞ്ചായത്തിലെ ബൗണ്ടറി വാർഡിൽ നിന്നുള്ള ഗ്രാമപഞ്ചായത്ത് അംഗമാണ്, BJP പ്രവർത്തകനാണ്. സജീവമായി പൊതുപ്രവർത്തന രംഗത്തേക്ക് അദ്ദേഹം വന്നിട്ട് ഇത് 4 വർഷം മാത്രമാണ് പിന്നിടുന്നത്. അതേസമയം തന്നെ തുടക്കകാലം മുതൽ തന്നെ ഫോട്ടോഗ്രാഫിയോട് കൂടി അദ്ദേഹത്തിന് വലിയ താല്പര്യമുണ്ടായിരുന്നു. അങ്ങനെ ഫോട്ടോഗ്രാഫറായി ഏറെക്കാലം പ്രവർത്തിച്ചു വന്നു. ഇപ്പോൾ ഫോട്ടോഗ്രാഫർ സ്റ്റുഡിയോ എന്നുള്ള പ്രവർത്തനം പേരിന് മാത്രമായി ഒതുങ്ങിയിട്ടുണ്ട്. 40 വർഷക്കാലം നീണ്ടു നിന്ന ഒരു പ്രവർത്തനത്തോടു കൂടിയാണ് അദ്ദേഹം ഇത്രയും വലിയ ചരിത്ര അന്വേഷണത്തിൻ്റെ ഭാഗമായതോ അല്ലെങ്കിൽ ഭാവിയിൽ ചരിത്ര വിദ്യാർത്ഥികൾക്കും ഗവേഷകർക്കും ഒക്കെ തന്നെ ഉപയോഗിക്കാൻ കഴിയുന്ന വലിയ പാഠഭാഗമായി മാറാൻ കഴിയുന്ന വലിയ ഒരു ശേഖരണത്തിൻ്റെ ഉടമയായി മാറിയിട്ടുള്ളതും. എന്തായാലും അദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ ആഗ്രഹം എന്നുള്ളത് തൻ്റെ ശേഖരണത്തിൽ ഉള്ളത് അതിൻ്റെ വലിപ്പം കൂടുതൽ വർദ്ധിപ്പിക്കുക, ഒപ്പം തന്നെ അവയെല്ലാം കൂടി എക്സിബിറ്റ് ചെയ്യുന്നതിനായി ഒരു മ്യൂസിയം തയ്യാറാക്കുക എന്നുള്ളതാണ്. ചിറ്റാറിന് സമീപം മണിയാറിൽ അതിന് അദ്ദേഹം ഒരു സ്ഥലം കണ്ടുവച്ചിട്ടുണ്ട്. സമീപഭാവിയിൽ തന്നെ അവിടെ തൻ്റെ പക്കലുള്ള പത്രങ്ങൾ, പ്രസിദ്ധീകരണങ്ങൾ മാത്രമല്ല, ഒപ്പം ഉള്ള ടേപ്പ് റെക്കോർഡർ, CD പോലെയുള്ള, ഫ്ലോപ്പി പോലെയുള്ള പഴയകാല കൗതുകമുണർത്തുന്നതും ഗൃഹാതുരത്വമുണർത്തുന്നതുമായ വസ്തുവകകളെല്ലാം കൂടി പ്രദർശിപ്പിക്കാനുള്ള ഒരു കേന്ദ്രത്തിലേക്ക് അദ്ദേഹത്തിൻ്റെ ആഗ്രഹം വളർന്നിരിക്കുകയാണ്. സമീപഭാവിയിൽ അദ്ദേഹം അത് യാഥാർത്ഥ്യമാക്കും എന്നുള്ള പ്രതീക്ഷയാണ് പങ്കുവയ്ക്കുന്നത്.